യഥാർത്ഥത്തിൽ ഈ സമാധാന ശ്രമങ്ങൾ എന്ന് പറയുകയും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഞങ്ങൾ ശ്രമിക്കുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന പൊള്ളയായിട്ടുള്ള വാദങ്ങളാണ് യൂറോപ്പിന്റെ ഭാഗത്തുനിന്നായാലും അമേരിക്കയുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടായിട്ടുള്ളത്. എല്ലായ്പ്പോഴും അവർ ശ്രമിച്ചിട്ടുള്ളത് യുദ്ധം തുടർന്നു കൊണ്ടുപോകാനും അത് കൂടുതൽ ശക്തമായിട്ട് തുടരാനും എല്ലാനും വേണ്ടിയിട്ടാണ്. കാരണം യുക്രൈൻ ഏകദേശം വലിയ രീതിയിൽ ഇന്ന് തകർന്നു കഴിഞ്ഞ ഒരു പ്രദേശമായിട്ട് അത് നിലനിൽക്കുകയാണ്. അവിടെ ഈ സെലൻസ്കി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അദ്ദേഹത്തിന്റെ ടേം തന്നെ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ടേം കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ തെരഞ്ഞെടുപ്പുകളൊന്നും അവിടെ നടന്നിട്ടില്ല. അതുപോലെ ഈ പാർലമെന്റിലടക്കം പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ള 11 പാർട്ടികളെ അദ്ദേഹം റഷ്യൻ ബന്ധം ആരോപിച്ചുകൊണ്ട് അദ്ദേഹം അയോഗ്യരാക്കി. അതുപോലെ തന്നെ അവിടുത്തെ റഷ്യൻ ഓർത്തഡോക്സ്, അവിടുത്തെ പാട്രിയാർക്കേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന രീതിയിൽ, പണ്ട് പേഗൻ മതം എങ്ങനെ ഒഴിവാക്കി ഫോഴ്സ് ഉപയോഗിച്ച് അവസാനിപ്പിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ എന്താ പറയുന്ന റഷ്യൻ ചർച്ചിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പുതിയൊരു യുക്രൈനിയൻ ചർച്ച ആരംഭിക്കുക. അപ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളെല്ലാം കായികമായിട്ട് തന്നെ നേരിടുക എന്നുള്ള ഒരു രീതിയിലൊക്കെ ഈ ഭരണകൂടം മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് ആണെങ്കിലും ഇടയ്ക്ക് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കും, നേരത്തെ പറഞ്ഞ 10 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പ്രസ്താവനകളും കാര്യങ്ങളും വരുന്നു, സമാധാനമാണ് വരുന്നത്. പക്ഷേ തത്വത്തിൽ ഇതിനുവേണ്ടി യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. അതിൽ എപ്പോഴും അത് സെലൻസ്കി എന്ന് പറയുന്ന യുക്രൈനിൻ്റെ ഭരണാധികാരി ആയിക്കൊള്ളട്ടെ, യൂറോപ്യൻ നേതൃനിര ആയിക്കൊള്ളട്ടെ, അമേരിക്കൻ നേതൃനിര ആയിക്കൊള്ളട്ടെ, എപ്പോഴും ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.